മൈക്രോസോഫ്റ്റ് എക്സലിൽ എൻട്രി ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റയിലെ പല സ്ഥലങ്ങളിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പെസിഫിക് കളറ് ഏറ്റവും സിമ്പിളായ മെത്തേഡ് ഉപയോഗിച്ച് മറ്റൊരു കളറിലേക്ക് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് എന്ന് നോക്കാം. നോർമൽ ടെക്സ്റ്റ് റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനൊരു ഡെമോ കാണിക്കാം. അതിനുവേണ്ടി ടെക്സ്റ്റ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് ഫറോക്ക് എന്നുള്ള സ്ഥലത്ത് എനിക്ക് പുളിക്കൽ എന്ന് വേണം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് കാണുന്ന ഫൈൻഡ് ആൻഡ് സെലക്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. തൊട്ട് താഴെ കാണുന്ന റീപ്ലേസ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ഒരു വിൻഡോ ഇനേബിൾ ആയതായി കാണാം. ഫൈൻഡ് വാട്ട് എന്നുള്ള സ്ഥലത്ത് ഫെറോക്ക് എന്നുള്ള ഈ ഒരു സ്ഥലം ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. റീപ്ലേസ് വിത്ത് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഞാൻ പുളിക്കൽ എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം താഴെ കാണുന്ന റീപ്ലേസ് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വി മെയ്ഡ് 3 റീപ്ലേസ്മെൻറ്റ്സ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സെല്ലിലെ ഫെറോക്ക് എന്ന് എൻട്രി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പുളിക്കൽ എന്ന് റീപ്ലേസ് ചെയ്തു വന്നതായിട്ട് കാണാം. ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സെല്ലുകളിലെ കളറുകൾ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് നോക്കാം. ലൊക്കേഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. അതിനുശേഷം ടോപ്പിൽ ഫൈൻഡ് ആൻഡ് സെലക്ട് എന്നുള്ള ഈ ഒരു ഭാഗത്തെ റീപ്ലേസ് എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ഈ ഒരു വിൻഡോയിലെ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഓപ്ഷൻസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സെല്ലുകൾ ഗ്രീൻ കളറിലേക്ക് റീപ്ലേസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഫൈൻഡ് വാട്ട് എന്നുള്ള ഈ ഒരു സെല്ലിന് നേരെ ഫോർമാറ്റ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്തു. താഴെ ഓപ്പണായി വന്ന ചൂസ് ഫോർമാറ്റ് ഫ്രം സെൽ എന്നുള്ളതിൽ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. അതിനുശേഷം റീപ്ലേസ് വിത്ത് എന്നുള്ളതിൻ്റെ നേരെയുള്ള ഫോർമാറ്റ് എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. ഫോർമാറ്റ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ഫോർമാറ്റ് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ ഫിൽ എന്നുള്ള ഭാഗത്ത് ഞാൻ ലൈറ്റ് ഗ്രീൻ കളറ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു വിൻഡോയിലെ താഴെ കാണുന്ന റീപ്ലേസ് ഓൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓൾ ഡൺ വി മെയ്ഡ് 4 റീപ്ലേസ്മെൻറ്റ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. നേരത്തെ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സെല്ലുകളെല്ലാം ഇപ്പോൾ ഗ്രീൻ കളറിലേക്ക് റീപ്ലേസ് ചെയ്തതായിട്ട് കാണാം. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിക്കാം. അടുത്തതായി ബ്രാൻഡ് എന്ന് എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകളിലെ ബ്ലൂ കളറ് ഞാൻ യെല്ലോ കളറിലേക്ക് റീപ്ലേസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന ഓപ്ഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Ctrl+H എന്ന് കീബോർഡിൽ പ്രസ് ചെയ്തു. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ഈ ഒരു ഭാഗത്തെ ഓപ്ഷൻസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ചൂസ് ഫോർമാറ്റ് ഫ്രം സെൽ എന്നുള്ളതിൽ ഞാനിവിടെ ഈ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്തു. റീപ്ലേസ് വിത്ത് എന്നുള്ള ഈ ഒരു ഭാഗത്തെ ഫോർമാറ്റ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഫിൽ എന്നുള്ളതിൽ ഞാൻ യെല്ലോ കളർ സെലക്ട് ചെയ്തു. താഴെ ഓക്കെ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റീപ്ലേസ് ഓൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കാണാം ഓൾ ഡൺ വി മെയ്ഡ് 4 റീപ്ലേസ്മെൻറ്റ് എന്ന് കാണാം. മൈക്രോസോഫ്റ്റ് എക്സലിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സെല്ലുകളിലെ കളറുകൾ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചുള്ള മലയാളം വീഡിയോ ട്യൂട്ടോറിയലുകൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.